യുവർ ജേണി. എക്സാക്ട്ലി ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന അഡ്വർടൈസ് ഫീൽഡിൽ ഞാൻ കേൾക്കുന്ന ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ജോബ്സിനെ റീപ്ലേസ് ചെയ്യും എന്നുള്ളതാണ്. എല്ലാവരും ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ബട്ട് എനിക്ക് ചില കാര്യങ്ങളിൽ ഇപ്പം നമ്മുടെ പോസ്റ്റ് ഡിസൈനിങ്സിലായാലും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കടന്നു ചെന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അങ്ങനത്തെ ജോബ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഒരു ആസ് പെർ അഡ്വർടൈസിങ് ഫീൽഡിൽ നോക്കുമ്പോഴത്തേക്കും ഒരു ക്യാമ്പയിൻ എപ്പോഴും സക്സസ് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ഇമോഷൻ അല്ലെങ്കിൽ ഒരു കണക്ഷൻ, ഒരു അങ്ങനത്തെ കാര്യങ്ങൾ വന്നാൽ മാത്രമേ കൃത്യമായിട്ട് ക്യാമ്പയിൻ എല്ലാ ആളുകളുമായിട്ട് കണക്ട് ആവും. സോ ആ കാര്യങ്ങളിൽ ഇപ്പോഴും എന്താ പറയുക, നമുക്ക് അതായത് ഹ്യൂമനായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. സോ അങ്ങനത്തെ ക്യാമ്പയിൻസ് ആയിരിക്കും കൂടുതൽ എപ്പോഴും വർക്കൗട്ട് ആവുന്നത്. സോ അതിനെ എനിക്ക് തോന്നുന്നില്ല എക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇമോഷൻസിന്റെ കാര്യത്തിൽ വരുമ്പോൾ എക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ് സെക്കൻഡ് കാര്യമാണ്. കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പം നമ്മളൊരു ക്യാമ്പയിൻ ഇവിടെ ചെയ്യുന്നു, കേരളത്തിലൊരു ക്യാമ്പയിൻ ചെയ്യുന്നു, ബട്ട് ആ ക്യാമ്പയിൻ അതേപോലെ മറ്റൊരു സ്ഥലത്ത് വർക്കൗട്ട് ആവണമെന്നില്ല. അപ്പം അതങ്ങനെ വർക്കൗട്ട് ആവണമെങ്കിൽ ഡിഫറെന്റ് നമ്മൾ ഹ്യൂമനായിട്ട് തന്നെയുള്ള കണ്ടന്റ്സും അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല പെർഫോം ചെയ്യുന്ന ഒരു ക്രിയേറ്റീവ് ഹെഡിനോ ക്രിയേറ്റീവ് റൈറ്റിനൊക്കെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അത് വരുമ്പോഴും എക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. മൂന്നെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കൊണ്ട് മാക്സിമം പണിയെടുപ്പിക്കുക. അതായത് പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. സോ പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാക്സിമം എക്ക് നമ്മൾ അങ്ങോട്ട് വർക്ക് കൊടുക്കുക. ഇപ്പം കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ക്രിയേറ്റീവ്സ് വേണം എന്ന് പറഞ്ഞ് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് അങ്ങോട്ട് കൊടുത്ത് നമുക്കൊരു പ്രോംപ്റ്റ് കാണും. അതിനെ മാക്സിമം നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് നമുക്ക് കിട്ടേണ്ട ഐഡിയ നമ്മൾ ആ ടൂളിനെ കൊണ്ട് മാക്സിമം ചെയ്യിച്ചെടുക്കുക എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെയാണ് ഒരുപാട് പേരും അവരെ മാക്സിമം കൊണ്ട് പണിയെടുപ്പിച്ച് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് മേടിച്ചെടുക്കുക. സോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ജോബ്സ് റീപ്ലേസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഇൻ ഫ്യൂച്ചറിൽ